ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. ഏറ്റവും പുതിയ ചിത്രമായ ഇന്ത്യൻ 2 ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുനിന്നിരിക്കുന്നത് കൽക്കി എന്ന് പറയുന്ന സിനിമ 1000 കോടി ക്ലബിൽ ഇടം നേടിയോ നമുക്ക് വീഡിയോ ഭാഗത്ത് പോകുന്നത് ചോദിക്കാം. അതോടൊപ്പം തന്നെ നിരവധി മലയാള ചിത്രങ്ങളുടെ OTT റിലീസ് ഡേറ്റും അതോടൊപ്പം തന്നെ മൂവി അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റുകളാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആദ്യം തന്നെ കൺഫേംഡ് ആയിട്ടുള്ള 2 OTT റിലീസുകളെ കുറിച്ച് നോക്കാം. ഈ ആഴ്ച 2 ചിത്രങ്ങളാണ് OTT റിലീസിനെത്താൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രത്തെ മഹാരാജ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് എന്നാണ് ഈ ഒരു സിനിമയെ സ്ട്രീം ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ജൂലൈ മാസം 12 അതായത് ഈ വെള്ളിയാഴ്ചയാണ് തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെ ആയിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മന്ദാകിനി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന മനോരമ മാക്സ്, അതോടൊപ്പം തന്നെ സിംപ്ലി സൗത്ത്, ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമാണ്. അൽത്താഫ് സലീം, അനാർക്കലി മരിക്കാർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെ ഈ ചിത്രം ഈ ഒരു വർഷത്തെ വിജയ് ചിത്രം കൂടിയാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 12 അതായത് വെള്ളിയാഴ്ച OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീം ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 ചിത്രങ്ങളുടെ കൺഫേംഡ് അപ്ഡേറ്റ്സുകളും വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രം നോക്കിയാൽ ബിജു മേനൻ, ആസിഫ് അലി തുടങ്ങിയവർ കൂട്ടുകെട്ടിൽ വന്നിച്ച ജിസ് ജോയ് അണിയിച്ചിരിക്കുക തലവൻ എന്ന് പറയുന്ന സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സോണി ലൈവ് സെപ്റ്റംബർ മാസം ഈ ഒരു സിനിമയെ സ്ട്രീം ചെയ്തെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നോക്കിയാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെത്തിയ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന സോണി ലൈവ് ആണ്. സോണി ലൈവ് ഈ ഒരു സിനിമയെ ഈ വരുന്ന ഓഗസ്റ്റ് മാസം സ്ട്രീം ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. 2 ചിത്രങ്ങളുടെ ഡേറ്റ് ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ മറ്റൊരു ചിത്രം നോക്കിയാൽ വളരെ കാലമായിട്ട് ദിലീപ് ചിത്രങ്ങൾ ഒന്നും തന്നെ OTT റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയുടെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിട്ട് ഒരുപക്ഷെ ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്ര ചിത്രങ്ങൾ OTT അപ്ഡേറ്റ്സ് ഇപ്പോൾ കൺഫേം ആയിട്ട് വന്നിരിക്കുകയാണ്. അടുത്ത നമുക്ക് ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് നോക്കാം. ഈ വെള്ളിയാഴ്ച തിയേറ്ററോട്ടെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ. ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കുക ശങ്കർ തന്നെ കമലഹാസനെ കേന്ദ്ര കഥാപാത്രമൊക്കെ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ഇത് ചിത്രത്തിന് അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ചിത്രം ഐമാക്സിലും റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ ഐമാക്സിന്റെ പോസ്റ്റർ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ അണിയറപ്പുറത്ത് ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത് 6 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ 3 ഉണ്ടായിരിക്കുന്നതെന്നും അറിയിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശമൊക്കെ സ്വന്തമാക്കിയിരിക്കുന്ന ഗോകുലം ഗോപാലനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാൻഡ് റിലീസായിട്ട് ഈ വരുന്ന ജൂലൈ മാസം 12 മുതൽ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണ് മലയാളത്തിൽ നിന്ന് മറ്റൊരു ചിത്രം റിലീസിനെത്താൻ പോവുകയാണ്. ഫുട്ടേജ് എന്നാണ് സിനിമയുടെ പേര്. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തിൽ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം റിലീസിനെത്താൻ പോകുന്ന ഓഗസ്റ്റ് മാസം 2 അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഗോട്ട് എന്ന് പറയുന്ന വിജയ് ചിത്രത്തിൻ്റെതാണ്. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ചിത്രം ഡയറക്ട് ചെയ്യുന്നത് വെങ്കട് പ്രഭു ആണ്. ചിത്രം റിലീസിനെത്താൻ പോകുന്ന സെപ്റ്റംബർ മാസം 7 ഗോകുലം ഗോപാലനാണ് ഈ സിനിമയുടെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ഗ്രാൻഡ് റിലീസായിട്ട് നമുക്ക് സെപ്റ്റംബർ മാസം 7 ഈ സിനിമയെ കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാനാണ്. ദുൽഖറിന്റെ തെലുങ്ക് ചിത്രമാണ് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ റിലീസിനെത്താൻ പോകുന്ന വിജയുടെ ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ ക്ലാഷ് റിലീസായിട്ടാണ്. സെപ്റ്റംബർ മാസം 7 ആയിരിക്കും ഈ ഒരു സിനിമയെ റിലീസ് ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഗ്രാൻഡ് റിലീസായിട്ട് എത്തുമ്പോൾ മലയാള സിനിമാ പ്രേമികൾ ആദ്യം വിജയ് ചിത്രം കാണുമോ അല്ലെങ്കിൽ ദുൽഖർ സിനിമ കാണുമെന്ന് കണ്ടു തന്നെ അറിയണം. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാൽ തങ്കരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ വിക്രം ചിത്രത്തിൻ്റെതാണ്. പാൻ രഞ്ജിത്താണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പാൻ ഇന്ത്യ റിലീസായിട്ടാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഉടൻ തന്നെ പുറത്തുവിടുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുക. ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ഉടൻ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലറിന്റെ സെൻസറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് 38 സെക്കൻഡ് മാത്രമാണ് ചിത്രത്തിന്റെ ട്രെയിലർ ദൈർഘ്യം എന്നാണ് അറിയാൻ സാധിക്കുക. എന്തൊക്കെയാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ മറ്റൊരു പൊന്തൂരായിട്ട് അല്ലെങ്കിൽ ചരിത്രമായിട്ട് മാറാൻ പോകുന്ന ചിത്രമായിരിക്കും തങ്കരാൻ എന്നാണ് അറിയാൻ സാധിക്കുക. ചിത്രത്തിന്റെ ടീസർ എല്ലാം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കേന്ദ്ര കഥാപാത്രത്തെ കൂലി എന്ന് പറയുന്ന സിനിമയുടേതാണ്. ഡിയോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് കൂലി എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം തന്നെ ഇപ്പോൾ സത്യരാജും അതോടൊപ്പം തന്നെ ശ്രുതിഹാസനും മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒരു ജയിലർ അല്ലെങ്കിൽ ലിയോ സിനിമ പോലെ തന്നെ വലിയൊരു ചിത്രമായിട്ടായിരിക്കും കൂലി എന്ന് പറയുന്ന സിനിമ എത്തുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിൻ്റെതാണ്. ഉണ്ണിമുകുന്ദൻ കേന്ദ്ര കഥാപാത്രത്തിൽ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ഹനീഫ് അദനിനെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് രബി ബസൂറാണ് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുക. എന്തൊക്കെയാണ് സലാർ അതോടൊപ്പം തന്നെ
KGF തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ മ്യൂസിക് അദ്ദേഹമായിരുന്നു ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ ശ്രദ്ധ നേടി ഈ ചിത്രത്തിൽ ഇപ്പോഴത്തെ റിയാസ് ഖാനും വരുന്നുണ്ടെന്നുള്ള വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ഉണ്ണിമുന്തിനൊപ്പം തന്നെ റിയാസ് ഖാനുമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഷൂട്ട് സ്റ്റേറ്റസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. എന്തൊക്കെയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയുടെ ഇക്കാര്യത്തിൽ വലിയൊരു വിജയ ചിത്രമായിട്ട് മാറും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാൽ ജയൻ രവി കേന്ദ്ര കഥാപാത്രമെത്തുന്ന ബ്രദർ എന്ന് പറയുന്ന സിനിമയുടേതാണ്. പ്രിയങ്ക മോഹൻ നായികയായിട്ടെത്തുന്ന ഈ സിനിമയുടെ ലിറിക്സ് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ മ്യൂസിക് ഉൾപ്പെടുന്ന ഒരു ആദ്യ സോങ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വളരെ ഗംഭീര അഭിപ്രായം തന്നെയാണ് ആദ്യ സോങ്ങിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കുബേര എന്ന് പറയുന്ന ഏറ്റവും പുതിയ ധനുഷ് ചിത്രത്തിൻ്റെതാണ്. ചിത്രത്തിൽ നായികയായിട്ടെത്തുന്നത് രശ്മിക മന്ദാനയാണെന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിനോടൊപ്പം തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ഓഡിയോ സോങ് കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കുക. ഉടൻ തന്നെ ധനുഷ് ചിത്രം കുബേര എന്ന് പറയുന്ന സിനിമ ഉടൻ തന്നെ നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ മാസം റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു ചിത്രത്തിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മറ്റേതും ചിത്രം പോലെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തിന് അജയന്റെ രണ്ടാം മോഷണം അല്ലെങ്കിൽ ARM എന്ന് പറയുന്ന സിനിമയുടേതാണ്. 3D പൂർണ്ണമായിട്ട് ഒരുങ്ങുന്ന ഈ ഒരു ചിത്രം കാണാൻ വേണ്ടി മലയാള സിനിമാ പ്രേമികൾ വളരെയധികം പ്രതീക്ഷയിലാണ് കാത്തിരിക്കാൻ. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 12-ാം തീയതി ചിത്രം തിയേറ്ററിൽ എത്തുന്നതാണ് അറിയാൻ സാധിക്കുക. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ കൽക്കി എന്ന് പറയുന്ന ഏറ്റവും പുതിയ പ്രഭാസ് ചിത്രത്തിന്റേതാണ്. പ്രഭാസിനെ നായകനാക്കി നാഗേശ്വരൻ അണിയിച്ചൊരുക്കി മെയ് മാസം 27-ാം തീയതി തിയേറ്ററിൽ എത്തിയ ചിത്രമായിരുന്നു കൽക്കി എന്ന് പറയുന്ന സിനിമ. ഈ വർഷത്തെ ഏറ്റവും വലിയ പണമാരി ചിത്രങ്ങളായിട്ട് മാറുന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രം 11 ദിവസം കൊണ്ട് 900 കോടിയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് കളക്ട് ചെയ്യുക. എന്തൊക്കെയാണ് ചിത്രം രണ്ടാം വാരം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ചിത്രം 1000 കോടി പിന്നിടുന്ന ചിത്രം ഇനി 2000 കോടി മറികടന്ന ഈ ഇന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തും വലിയ പണമാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രഷർ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.